ഇതിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഈ ഞാൻ മുഖത്ത് വെട്ടമടിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ? കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ചെറുപ്പമായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനും. നമ്മൾ പലരും ടി വി കാണുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ സിനിമ ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ആ സിനിമാ നടിമാരുടെ ചർമ്മം നോക്കും, പിന്നെ അല്ലെങ്കിൽ മോഡൽസിൻ്റെ ഒക്കെ ചർമ്മം നോക്കിയിട്ട് വാവ് ഇത്രയും തിളക്കം ഉണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ടാണ് പറ്റുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ വലിയ വലിയ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അവരുപയോഗിക്കുന്ന വലിയ 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 വിലപിടിപ്പുള്ള ക്രീമുകളൊക്കെ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും വിലപിടിപ്പുള്ള ക്രീമുകളും പാക്കുകളും ഒക്കെ ഇടണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ആധാരം എഴുതി വിറ്റേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ പോയിട്ട് എന്തിനാണ് നമ്മുടെ ചർമ്മം നശിപ്പിക്കുന്നത്? എന്തിനാ നമ്മളെ പണ്ടുള്ള തലമുറകളിലെ ആൾക്കാർ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ അവരുടെ സ്കിൻ എപ്പോഴും തിളക്കം വെപ്പിച്ചിരുന്നത്? നമുക്കും നാച്ചുറൽ കാര്യം ചെയ്താൽ മതി. സെലിബ്രിറ്റികളെ പോലെ തിളക്കം വെക്കാൻ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്കും സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല പോലെ കൂട്ടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ചർമ്മത്തിന്റെ ആ ഒരു തിളക്കം ഉണ്ടല്ലോ സെലിബ്രിറ്റികളെക്കാട്ടിലും അപ്പുറമാവും. അത് ആ ഒരു അടിപൊളി സംഭവമാണ്. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നല്ല ഗ്ലാസ് സ്കിൻ പോലുള്ള തിളക്കം നിങ്ങളുടെ ചർമ്മത്തിന്, അതായത് ബ്രൈറ്റ് ആക്കുന്ന, നിങ്ങളുടെ മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ കണ്ണിഞ്ചുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടാം. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. ഈ ഒരു ക്രീം ഉണ്ടല്ലോ, നൈറ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. വിപണിയിൽ ഇന്ന് വിലപിടിപ്പുള്ള നൈറ്റ് ക്രീമുകളും ഡേ ക്രീമും ഒക്കെ കിട്ടും. പക്ഷെ ഈ ഒരു ക്രീം ഉണ്ടല്ലോ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ ഗ്ലാസ് പോലെ, അതായത് ബ്രൈറ്റ് ആവുന്നത് കണ്ട് മറ്റുള്ളവർ പോലും ഞെട്ടും. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് നമുക്ക് തയ്യാറാക്കാം. പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് ചേർത്തേക്കുന്നത്. പുട്ടിനെടുക്കുന്ന പൊടി എടുക്കാൻ പാടില്ല, പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആണ് റൈസ് പൗഡർ വേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ റൈസ് പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ മാറ്റാനും സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് റൈസ് പൗഡറിൽ നിന്ന്. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡായ കോശങ്ങളെ നീക്കി സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും നമ്മുടെ കടലമാവിൻ്റെ പൊടിയിൽ നിന്നും സാധിക്കുന്നതാണ്. അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാം. അതല്ലെങ്കിൽ ഓറഞ്ച് കിട്ടുന്ന സമയത്ത് അതിൻ്റെ തൊലി എടുത്ത് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓറഞ്ചിൻ്റെ പീൽ പൗഡറിൽ നിന്നും. അങ്ങനെ ഓറഞ്ച് പീൽ പൗഡർ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന ഡെഡ് കോശങ്ങളെ നീക്കി സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ ഉപയോഗിക്കാം, ഫേസ് സ്കിന്നിൽ ഉപയോഗിക്കാം. എവിടാണോ നിങ്ങൾക്ക് തിളക്കം വെക്കേണ്ടത് അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളിയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ ഫേസിലിട്ടിട്ടുള്ള മാറ്റം കാണിക്കാം. പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടായിരുന്നല്ലോ. എന്തായാലും ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫുൾ ബോഡിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനൊരു 3 മിനിറ്റ് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് എടുത്തിട്ട് റിമൂവ് ചെയ്യുകയാണ്, തുടയ്ക്കുകയാണ്. സ്പോഞ്ചിൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? ഈ ഞാൻ മുഖത്ത് വെട്ടമടിച്ച് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടോ? കൈയും മുഖവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. സംഭവം കിടുവാണ്. എന്തായാലും ഞാൻ ഒരു തുണിയുടെ വെച്ച് തുടയ്ക്കട്ടെ. കണ്ടോ? സ്കിന്നിൻ്റെ ചേഞ്ചസ് ഉണ്ട്. ഇത് കണ്ടോ? പെട്ടൊന്നും അടിച്ചു കാണിക്കുമല്ല, സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ അത് ഉപയോഗിക്കണേ. സംഭവം നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ ആ മുഖത്തിട്ടിട്ടുള്ള ഒരു മാറ്റമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് നേടിയെടുക്കാം. എത്ര തന്നെ നിറക്കുറവുള്ളവരാണെങ്കിലും ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നതാണ്. എന്തായാലും അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.